ഒരു ദിവസം എത്ര തവണയാണ് നമ്മുടെ ശരീരത്തിൽ കിഡ്നി രക്തം ഫിൽട്ടർ ചെയ്യുന്നത്? ഏകദേശം 40 തവണ. മസ്കുലാർ സിസ്റ്റത്തിൻ്റെ പഠനം അറിയപ്പെടുന്നത് മയോളജി. ഒരു കോശത്തിലെ ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന മുഖ്യ ഉറവിടം മൈറ്റോകോൺട്രിയ. സൈനോവിയൽ സന്ധിക്ക് ഉദാഹരണം കാൽമുട്ട് സന്ധി. മനുഷ്യ ശരീരത്തിലെ വലിയ രക്തക്കുഴലുകൾ അറിയപ്പെടുന്നത് അയോട്ട. പ്രാചീന ഒളിമ്പിക്സ് ആരംഭിച്ചത് BC 776 ഒളിമ്പിയയിൽ. ആദ്യ ഒളിമ്പിക്സ് സംബന്ധിച്ച രേഖകൾ സൂക്ഷിച്ച ചരിത്രകാരൻ അപ്പോളോണിയസ്. പ്രാചീന ഒളിമ്പിക്സിലെ ആദ്യ ഇനം സ്റ്റേഡിയൻ 186 വാര ഓട്ടം. പ്രഥമ പ്രാചീന ഒളിമ്പിക്സിൽ സ്റ്റേഡിയൻ ജയിച്ചത് എലിസിലെ കൊറോബസ്. പ്രാചീന ഒളിമ്പിക്സ് അവസാനമായി നടന്നത് AD 394. ഒളിമ്പിയ ഏതു നാമത്തിൽ നിന്ന്? ഒളിമ്പസ്. ഒളിമ്പിക്സ് ആരംഭിച്ച രാജ്യം ഗ്രീസ്. ഒളിമ്പിക് മാസം ഏതു പേരിലാണ് അറിയപ്പെട്ടത്? ഹിരോമേനിയ. പ്രാചീന ഒളിമ്പിക്സിലെ ആദ്യ മരണാനന്തര വിജയി സ്പാർട്ടയിലെ ലാദാസ്. ഒളിമ്പിക്സ് മാർച്ച് പാസ്റ്റിൽ ആദ്യമെത്തുന്ന രാജ്യം ഗ്രീസ്. ഇനി നമുക്കൊന്നുകൂടി നോക്കാം. ഒരു ദിവസം എത്ര തവണയാണ് നമ്മുടെ ശരീരത്തിൽ കിഡ്നി രക്തം ഫിൽട്ടർ ചെയ്യുന്നത്? ഏകദേശം 40 തവണ. മസ്കുലർ സിസ്റ്റത്തിൻ്റെ പഠനം അറിയപ്പെടുന്നത് മയോളജി. ഒരു കോശത്തിലെ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന മുഖ്യ ഉറവിടം മൈറ്റോകോൺട്രിയ. സൈനോവിയൽ സന്ധിക്ക് ഉദാഹരണം കാൽമുട്ട് സന്ധി. മനുഷ്യ ശരീരത്തിലെ വലിയ രക്തക്കുഴലുകൾ അറിയപ്പെടുന്നത് അയോട്ട. പ്രാചീന ഒളിമ്പിക്സ് ആരംഭിച്ചത് BC 776 ഒളിമ്പിയയിൽ. ആദ്യ ഒളിമ്പിക്സ് സംബന്ധിച്ച രേഖകൾ സൂക്ഷിച്ച ചരിത്രകാരൻ അപ്പോളോണിയസ്. പ്രാചീന ഒളിമ്പിക്സിലെ ആദ്യ ഇനം സ്റ്റേഡിയൻ 186 വാര ഓട്ടം. പ്രഥമ പ്രാചീന ഒളിമ്പിക്സിൽ സ്റ്റേഡിയൻ ജയിച്ചത് എലിസിലെ കൊറോബസ്. പ്രാചീന ഒളിമ്പിക്സ് അവസാനമായി നടന്നത് AD 394. ഒളിമ്പിയ ഏതു നാമത്തിൽ നിന്ന്? ഒളിമ്പസ്. ഒളിമ്പിക്സ് ആരംഭിച്ച രാജ്യം ഗ്രീസ്. ഒളിമ്പിക് മാസം ഏത് പേരിലാണ് അറിയപ്പെട്ടത്? ഹിരോമേനിയ. പ്രാചീന ഒളിമ്പിക്സിലെ ആദ്യ മരണാനന്തര വിജയി സ്പാർട്ടയിലെ ലാദാസ്. ഒളിമ്പിക്സ് മാർച്ച് പാസ്റ്റിൽ ആദ്യമെത്തുന്ന രാജ്യം ഗ്രീസ്.